വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ആദ്യ അവസാനം വരെ രക്ഷാപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും യൂത്ത് ലീഗ് ഉൾപ്പെടെ പിന്നീട് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇപ്പോൾ ദുരന്ത ബാധിതരുടെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ദുരന്തമുണ്ടായ പ്രിയപ്പെട്ടവർ അന്തിയുറങ്ങുന്ന പുത്തുമലയിൽ നിന്നാണ് ഈ ഒരു ലോങ് മാർച്ച് യൂത്ത് ലീഗ് ആരംഭിച്ചിരിക്കുന്നത്. കളക്ടറേറ്റ് വരെയാണ് ലോങ് മാർച്ച് നീണ്ടുപോകുന്നത്. ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് മുനമ്പള്ളി ശിഹാബ് തങ്ങളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അതായത് വലിയ നീതി നിഷേധം നടന്നു എന്നുള്ളതാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഉൾപ്പെടെ ഉയർത്തിയാണോ ഇത്തരമൊരു റാലിയിലേക്ക് കടന്നത്? തീർച്ചയായും ഒരു വർഷമായി ഈ ദുരന്തം ബാധിച്ച ജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട ഒരു നീതിയും സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും നീതി നിഷേധത്തിന് അടിമയായി ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 700-ലധികം കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരയായി മാറി. അവരുടെ പേരുള്ള ഈ പുനരധിവാസം അത് വേണ്ടത്ര രീതിയിൽ ഗൗരവത്തിൽ സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വീട് നഷ്ടപ്പെട്ട ആളുകൾ അവരിപ്പോഴും വാടകയ്ക്ക് പോയവരുണ്ട്, മറ്റുള്ള ആളുകളുടെ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അവിടെ വാടക കൃത്യമായി കൊടുക്കാൻ സർക്കാർ സഹായിക്കുന്നില്ല. കൃഷിയിടങ്ങൾ അവർ കൃഷി ഉപജീവനമായി നടത്തിയ ഒരുപാട് കുടുംബമുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചികിത്സ തരുന്നുണ്ട്, അതിനുള്ള സഹായം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇതിന് പകരം ഇവിടെ മുസ്ലിം ലീഗ് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നീതി നിഷേധത്തിനെതിരെ, കാരണം 700-ലധികം കോടി സർക്കാർ പിരിച്ചെടുത്ത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അതിൽ വെറും 90 കോടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കടക്കണിയിൽ കുടുങ്ങിയിട്ടുള്ള കുടുംബമുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഉപജീവനത്തിൽ പോലും നേരായ പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് സംഘടനകളാണ് അതിനുള്ള ചിലവ് കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അന്ന് അടിയന്തര സഹായം നൽകി. അതുപോലെ മറ്റ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വൈറ്റ് കാർഡ് അടക്കമുള്ള എല്ലാ പ്രവർത്തനവും നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങളായി മാറിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട എല്ലാ നീതിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ലോങ് മാർച്ച് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ നീതി നിഷേധിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഒരു ഭാഗത്ത് നടത്തുക എന്നുള്ളതാണ് ലോങ് മാർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും തന്നെ ഇപ്പോൾ ഇരകൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഗവൺമെൻറ്റിന് അത് ബോധിപ്പിക്കുകയും അവരിൽ നിന്നുള്ള അവർക്ക് കിട്ടേണ്ട ആ ഒരു അവകാശം കിട്ടുന്നതിന് വേണ്ടി അവസാനം വരെയും പോരാടുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഈ ഒരു ലോങ് മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിന് ഇപ്പോൾ നാളെ ഒരു വർഷം പൂർത്തിയാവുകയാണ്. സ്വാഭാവികമായിട്ട് ലീഗ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും ഒരു ഭാഗത്തുണ്ട്. ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപനമായിരുന്നു. അതിനെ ചൊല്ലിയുള്ള പലതരത്തിലുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ മാറ്റി നിർത്തിയാൽ ദുരന്തബാധിതർക്ക് ആശ്വാസമേകുന്ന രീതിയിൽ അത് എത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ താമസിയാതെ തന്നെ അതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ സാധിക്കും. തുടങ്ങുന്ന പക്ഷം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും സാധിക്കും. അതിനുള്ള എല്ലാ പേപ്പർ വർക്കൊക്കെ റെഡിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ആശങ്കയുമില്ല. അത് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ മറ്റുള്ളവർ കൊണ്ടുവരികയാണ്. തീർച്ചയായും അത് ടീം വർക്ക് ആയിക്കൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ദുരന്ത ബാധിതർക്ക് നീതി നിഷേധിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ലോങ് മാർച്ചിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടന്നിരിക്കുന്നത്. കൽപ്പറ്റ കളക്ടറേറ്റിലാണ് ലോങ് മാർച്ച് സമാപിക്കുക. പലതരത്തിലുള്ള വിഷയങ്ങൾ, ദുരന്തബാധിത മേഖലയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് ഇത്തരമൊരു പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.